No, the cameras are on you. So I didn't want to. പ്രസംഗമോ അത്തരത്തിലുള്ള മറ്റു ചടങ്ങുകളൊന്നും ഔദ്യോഗിക ചടങ്ങുകളൊന്നുമില്ല. ശ്രീ അമിത്ഷാജി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം നമ്മുടെ പതാക ഉയർത്തും. പതാക ഉയർത്തിയതിനു ശേഷം ഇവിടെ വൃക്ഷത്തൈ നടും. വൃക്ഷത്തൈ നട്ടതിന് ശേഷം ശിലാഫലകം ഉദ്ഘാടനം ചെയ്യും. ശിലാഫലകം ഉദ്ഘാടനം ചെയ്ത ശേഷം നമ്മുടെ ഓഫീസിന്റെ മാരാർജി മന്ദിരത്തിന്റെ നാട മുറിച്ചുകൊണ്ട് മന്ദിരത്തിനുള്ളിലേക്ക് അദ്ദേഹം പ്രവേശിക്കും. അതിനുശേഷം അവിടെ ദീനദയാൽജിയുടെയും ശ്യാമപ്രസാദ് മുഖർജിയുടെയും ഛായാചിത്രത്തിന്റെ മുമ്പിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടും. അതിനുശേഷം അദ്ദേഹം മാരാർജിയുടെ അർദ്ധകായ പ്രതിമയ്ക്ക് മുമ്പിൽ ഹാരാർപ്പണം നടത്തും. അതോടുകൂടി നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രവർത്തകർക്കും പുത്തരിക്കണ്ട മൈതാനിയിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു സംഘടനാ നിർദ്ദേശം എന്ന നിലയിൽ എല്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പുത്തരിക്കണ്ട മൈതാനിയിലേക്ക് പോകേണ്ടതാണ്. ഈ ഓഫീസിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും ഇവിടെ നിന്ന് ഈ റിബൺ പത്രക്കാർ നിൽക്കുന്നതിന്റെ പുറകിലേക്ക് മാറും. ചില മുതിർന്ന നേതാക്കൾ, മുതിർന്ന നമ്മുടെ ചുമതലപ്പെട്ട ആൾക്കാർ അവിടെ സീറ്റ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. പാർട്ടിയുടെ ചുമതലപ്പെട്ട ആൾക്കാർ ഈ മണ്ഡപത്തിലെ സീറ്റിൽ നിന്ന് മാറി അവരെ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം വൃക്ഷത്തൈ നടുകയാണ്. ഈ മാരാർജി ഭവന്റെ മുമ്പിൽ വൃക്ഷത്തൈ നടുകയാണ് ശ്രീ അമിത്ഷാജി. അമിത്ഷാജിയുമായി ചേർന്ന് ഈ ഇവിടെ വൃക്ഷത്തൈ